ദേവു ഓഫീസിൽ പോയിരുന്നു രാവിലെ. പക്ഷെ വരേണ്ട സമയം കഴിഞ്ഞിട്ടും നിരഞ്ജനോ താരുവോ വന്നില്ല. 2-3 തവണയൊക്കെ വിളിച്ചു നോക്കാൻ ദേവു ഫോണെടുത്തെങ്കിലും വേണ്ടെന്ന് തോന്നി. കുറച്ചു കഴിഞ്ഞപ്പോ നിരഞ്ജൻ വിളിച്ചു. അവൾ വേഗം കോൾ എടുത്ത് ചെവിയോട് ചേർത്തു. ഹലോ നിരഞ്ജൻ. അവളുടെ സ്വരം അവൻ ആഗ്രഹിച്ചിരുന്നു. കുറച്ചു നേരത്തേക്ക് അവനൊന്നും മിണ്ടിയില്ല. ദേവുവിന്റെ സ്വരം അവനെ ഉണർത്തി. ദേവു, താനെവിടെയാ? ഓഫീസിലാണോ? നിരഞ്ജന്റെ ശബ്ദത്തിൽ ഒരു വല്ലായ്മയുണ്ടായിരുന്നു. അതവൾ വേഗം തിരിച്ചറിഞ്ഞു. അതെ, ഓഫീസിലുണ്ട്. എന്താ നിരഞ്ജൻ? എനിക്ക് തന്നെ ഒന്ന് കാണാൻ പറ്റുമോ? ദേവു സംശയത്തോടെ പറഞ്ഞു. കാണാം. നിരഞ്ജൻ ഇങ്ങോട്ട് വരുവോ? അല്ല, താൻ പുറത്തേക്ക് വാ. ഓഫീസിന് പുറത്ത് നിന്നാ മതി. ഞാൻ പിക്ക് ചെയ്തോളാം. നിരഞ്ജൻ കോൾ കട്ട് ചെയ്തു. അവന്റെ ശബ്ദം വല്ലാതെ പതറിയിരുന്നു. ദേവു ചെറിയ ടെൻഷനോടെ ഹാൻഡ് ബാഗും എടുത്ത് പുറത്തേക്കിറങ്ങി. ക്യാബിനിൽ നിന്ന് പുറത്തേക്കിറങ്ങി അവളെ കണ്ട് കാവ്യ ചോദിച്ചു. നീ ഇതെങ്ങോട്ട് പോവാ? അറിയില്ലടി, നിരഞ്ജൻ വിളിച്ചിരുന്നു. പുറത്തേക്കിറങ്ങി നിൽക്കാൻ പറഞ്ഞു. കാവ്യ മറുത്തൊന്നും പറഞ്ഞില്ല. ദേവു വേഗം പുറത്തെ ഗേറ്റിനടുത്തേക്ക് ചെന്നു. ഒരു 10 മിനിറ്റ് നിന്നു. അപ്പോഴേക്കും നിരഞ്ജന്റെ ഫോർച്യൂണൽ പാഞ്ഞു വന്നു. ദേവു കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയതും അവൻ പാഞ്ഞുപോയി. നിരഞ്ജൻ ഒന്നും സംസാരിച്ചിരുന്നില്ല. അതുകൊണ്ട് ദേവുവും ഒന്നും ചോദിച്ചില്ല. അവൻ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് അറിയില്ലെങ്കിലും അവൾക്ക് ഭയമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു അരമണിക്കൂറിലെ ഡ്രൈവിന് ശേഷം നിരഞ്ജൻ കാർ നിർത്തിയത് കണ്ട് അവൾ പുറത്തേക്ക് നോക്കി. അവിടുള്ള ബോർഡ് കണ്ട് വിശ്വസിക്കാനാകാതെ അവൾ വീണ്ടും നിരഞ്ജനെ നോക്കി. ഡ്രീംസ് ഡി അഡീഷൻ സെന്റർ ആൻഡ് മെന്റൽ കൺസൾട്ടൻസി. നിരഞ്ജൻ പുറത്തേക്കിറങ്ങിയപ്പോൾ ദേവുവും കൂടെ ഇറങ്ങി. ദേവുവിനെ ഒന്ന് നോക്കിയിട്ട് അവൻ അകത്തേക്ക് നടക്കാൻ തുടങ്ങി. ദേവു പിറകെ നടന്നു. വളരെയധികം മരങ്ങളും പൂക്കളുമൊക്കെയുള്ള ഒരു സാധാരണ അന്തരീക്ഷമാണ്. പൂന്തോട്ടത്തിലെ ബെഞ്ചിലിരുന്ന് കാറ്റുകൊള്ളുന്നവരും പുസ്തകം വായിക്കുന്നവരുമൊക്കെയുണ്ട്. ദേവു അവരെയൊക്കെ നോക്കിക്കൊണ്ടാണ് അകത്തേക്ക് കയറിയത്. ഒരു ഹോസ്പിറ്റലിൻ്റെതായ അന്തരീക്ഷമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അകത്തേക്ക് പോകുന്തോറും ഓരോ ഡിപ്പാർട്ട്മെന്റും കാണാൻ തുടങ്ങി. തുടക്കക്കാർ, ചികിത്സ പകുതിയായവർ, രക്ഷപ്പെടാത്തവർ, ഇതെല്ലാം കണ്ട് ദേവു ആകെ വിളറിയിരുന്നു. നിരഞ്ജൻ നേരെ പോയി നിന്നത് ഒരു AC റൂമിലാണ്. ഡോക്ടർ വിദ്രുതി. അവൾ ബോർഡ് വായിച്ചു. അവർ അകത്തെ ചെയറിലിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഡോക്ടർ അങ്ങോട്ടേക്ക് കയറി വന്നു. വെളുത്ത് സുമുഖയായ ഒരു 25-കാരി. മുഖത്ത് വച്ചിരിക്കുന്ന സ്പെക്സ് ഊരി ടേബിൾ വെച്ചിട്ട് അവൾ ദേവുവിനെ ശ്രദ്ധിക്കാതെ നിരഞ്ജനോട് പറഞ്ഞു. നിരഞ്ജൻ, ഷീ ഈസ് ഇൻ വെരി ക്രിട്ടിക്കൽ സ്റ്റേജ്. മെഡിസിന്റെ കയ്യിൽ നിൽക്കില്ല. ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. വിദ്രുതി, പ്ലീസ്, എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല, എനിക്ക് അവളെ തിരികെ വേണം. നിരഞ്ജന്റെ ശബ്ദമിടറി. നിരഞ്ജൻ, താനൊന്ന് കൂളാവ്. നിത്താരയെ നമുക്ക് തിരികെ കൊണ്ടുവരാം. ദേവു പതിയെ നേർത്ത ഒച്ചയോടെ പറഞ്ഞു. നിരഞ്ജൻ, താരു എവിടെ? എനിക്ക് അവളെ ഒന്ന് കാണണം. നോ, ഇപ്പൊ അവളെ കാണാൻ പറ്റില്ല. വിദ്രുതി ദേഷ്യത്തോടെ ദേവുവിനെ നോക്കി പറഞ്ഞു. ദേവു അവളെ ശ്രദ്ധിക്കാതെ നിരഞ്ജനോട് വീണ്ടും പറഞ്ഞു. പ്ലീസ് നിരഞ്ജൻ, ഞാൻ താരുവിനെ ഒന്ന് കണ്ടോട്ടെ. നിരഞ്ജൻ പതിയെ വിദ്രുതിയുടെ മുഖത്തേക്ക് നോക്കി. വിദ്രുതി, പ്ലീസ്, ശിഖന്യെ ഒന്ന് കണ്ടോട്ടെ. നിതയെ. വിദ്രുതി ഒന്നും പറഞ്ഞില്ല. ബെൽ പ്രസ് ചെയ്ത് അറ്റൻഡറോട് വരാൻ പറഞ്ഞു. വാതിൽ നോക്ക് ചെയ്ത് അയാളോട് പറഞ്ഞു. ഈ കുട്ടിയെ 102-ലെ പേഷ്യന്റിനെ കാണീര്. യെസ് മാഡം. ദേവു നിരഞ്ജനെ ഒന്ന് നോക്കിയിട്ട് അയാൾക്കൊപ്പം പോയി. നിരഞ്ജൻ, ആരാ അത്? ഏതാ ഈ പെൺകുട്ടി? ഷീസ് ശിഖന്യ, നിതയുടെ ക്ലോസ് ഫ്രണ്ടാണ്. വിദ്രുതിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ദേവുവിനെ 102 മുറിയുടെ പുറത്തുവരെ അയാൾ ആഗമിച്ചു. അയാൾ പോയതും ദേവു പതിയെ ആ മുറി തുറന്നു. അകത്തിരുട്ടാണ്. അവൾ പതിയെ ഇരുട്ടിലും കണ്ടു. കട്ടിലിന്റെ മൂലയിൽ ഒരു രൂപം, ഒരു നിഴൽ പോലെ. ദേവു പതിയെ ലൈറ്റ് ഇട്ടു. വെളിച്ചം വീണതും ആ രൂപം ദേഷ്യത്തോടെ തല ഉയർത്തി നോക്കി. ഒരു നിമിഷം ദേവു പോലും പേടിച്ചുപോയി. മുടിയെല്ലാം അഴിച്ചിട്ട് മുഖത്തുകൂടെ ചോര ഉണങ്ങിയ പാട്, കൈകളിലെല്ലാം നഖങ്ങൾ കൊണ്ട് പൂറിയ പാടുകൾ. ദേവുവിനെ തിരിച്ചറിഞ്ഞതും നിതാര അലർച്ചയോടെ അവൾക്കടുത്തേക്ക് പാഞ്ഞു. ദേവുവിന് അടുത്തെത്തി അവളെ വാരി പുണർന്ന് പൊട്ടിക്കരയുവാൻ തുടങ്ങി. ദേവു, എനിക്കാരുമില്ല. എന്നെ ഇവിടെ കളഞ്ഞിട്ട് പോല്ലേ. എന്നെ കൊണ്ടുപോവോ? എന്നെ എല്ലാരും കൂടെ കൊല്ലും. ആദ്യത്തെ അമ്പരപ്പും ഭയവും മാറിയപ്പോൾ അവൾ നിതാരയെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. താരു, ഞാനില്ലേ, ഞാൻ വന്നല്ലോ.
പേടിക്കല്ലേ. കുറച്ചു നേരം കഴിഞ്ഞതും അവളിലെ കിതപ്പ് മാറി. താരുവിന്റെ കൈയും പിടിച്ച് ദേവു മുന്നോട്ട് നടന്നു. അവർ വന്നു നിന്നത് വിദ്രുതിയുടെ ക്യാബിനിലാണ്. നിതാരയെ കണ്ട് വിദ്രുതി പറഞ്ഞു, താൻ എന്തിനാ പേഷ്യന്റിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ദേവു അത് ശ്രദ്ധിക്കാതെ പറഞ്ഞു, നിരഞ്ജൻ, താരുവിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അതിനും മാത്രം പ്രശ്നമൊന്നും അവൾക്കില്ല. ഞാൻ കൊണ്ടുപോയിക്കോളാം താരുവിനെ. ദേവു പറഞ്ഞത് കേട്ട് വിദ്രുതി അവളോട് ദേഷ്യത്തിൽ പറഞ്ഞു, അത് പറയാനും തീരുമാനിക്കാനും നീ ആരാ? ഇതെന്റെ ഹോസ്പിറ്റൽ. ഇവിടുത്തെ പേഷ്യന്റാണ് നിതാര ഇപ്പോ. നിതാരയുടെ കേസ് ഫയൽ കാണിച്ചുകൊണ്ട് വിദ്രുതി പറഞ്ഞു. ദേവു അത് കയ്യിൽ വാങ്ങി വലിച്ചു കീറി കാറ്റിൽ പറത്തി. നിരഞ്ജനോ വിദ്രുതിയോ എന്തെങ്കിലും പറയും മുൻപ് നിതാരയുടെ കൈയും പിടിച്ച് പുറത്തേക്കിറങ്ങി. അവർ നേരെ വന്ന് കാറിലിരുന്നു. ഇത്തവണ നിതാരയും ദേവുവും പിന്നിലാണിരുന്നത്. നിരഞ്ജൻ ഒന്നും മിണ്ടാതെ വന്ന് കാർ സ്റ്റാർട്ട് ചെയ്തു. ഹോസ്പിറ്റൽ വളവ് കഴിഞ്ഞ് സിറ്റിയിലെത്തിയപ്പോൾ ദേവു പറഞ്ഞു, നിരഞ്ജൻ, എന്റെ ഫ്ലാറ്റിലേക്ക് പോയാൽ മതി. ഇനി കുറച്ചുനാൾ താരു അവിടെ നിൽക്കട്ടെ. നിരഞ്ജൻ ഞെട്ടലോടെ ദേവുവിനെ നോക്കി. താരുവും വിശ്വസിക്കാനാകാതെ ദേവുവിനെ നോക്കി. അപ്പോഴാണ് ദേവന്റെ കോൾ വന്നത്. ദേവു എടുത്ത് ചെവിയോട് ചേർത്തു. ഹലോ ദേവൂട്ടി, ഞാൻ ചെന്നൈക്ക് പോവാണേ. ഒരു ഫ്രണ്ടിന്റെ കല്യാണമാണ്. ആ ഓക്കെ, എത്തിയിട്ട് വിളിക്ക്. ദേവു കോൾ കട്ട് ചെയ്തു. കുറച്ചു സമയത്തിനകം ദേവുവിന്റെ ഫ്ലാറ്റിൽ അവർ എത്തി. ദേവു നിർബന്ധിച്ചുവെങ്കിലും നിരഞ്ജൻ അകത്തേക്ക് കയറിയില്ല. ദേവു താരുവിനെയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറി. താരു, നിനക്കൊരു റൂം വേണോ? അതോ എന്റെ റൂം ഷെയർ ചെയ്യുന്നോ? വേണ്ട, എനിക്ക് നിന്റെ റൂം മതി. ശരി, നീ ഫ്രഷ് ആയിട്ട് വാ, നമുക്കൊന്ന് പുറത്തു പോണം. താരു തലയാട്ടി. അവൾ ഫ്രഷായി ഇറങ്ങുമ്പോഴേക്ക് ദേവു കോഫി ഇട്ടിരുന്നു. അത് കയ്യിൽ വാങ്ങി നിത പുഞ്ചിരിച്ചു. കുറച്ചു നേരം കഴിഞ്ഞതും ദേവു താരുവിനെയും കൂട്ടി പുറത്തേക്കിറങ്ങി. അവർ ആദ്യം പോയത് ഒരു ടെക്സ്റ്റൈൽസിലേക്കാണ്. താരുവിന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ. ദേവു തന്നെയാണ് അവൾക്ക് വേണ്ടി ടോപ്പും സൽവാറും സ്കർട്ടും ഒക്കെ എടുത്തത്. താരു ഇതിലൊന്നും ഇടപെടാതെ മാറി നിന്നു. അത് കഴിഞ്ഞ് അവർ പോയത് സൂപ്പർ മാർക്കറ്റിലേക്കാണ്. കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവരിറങ്ങിയപ്പോഴേക്ക് ഉച്ചയായി. ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഹൈദരാബാദ് ബിരിയാണി കഴിച്ചു. പിന്നീട് അവർ ഫ്ലാറ്റിലേക്ക് പോയി. ജിതിൻ പടവുകൾ ഓടിക്കയറി നന്ദന്റെ മുറിയിലേക്കെത്തി. മേ ഐ കമിൻ ബോസ്? അവൻ ഡോർ നോക്ക് ചെയ്തുകൊണ്ട് ചോദിച്ചു. യാ, അയാൾ അനുവാദം നൽകി. ബോസ്, ഹിയർ എ ബാഡ് ന്യൂസ്. വിദ്രുതി വിളിച്ചിരുന്നു. ആ ഹോസ്പിറ്റലിൽ നിന്ന് അവളെ നിരഞ്ജനും വേറെ ഒരു കുട്ടിയും കൂടെ കൊണ്ടുപോയെന്ന്. ജിതിൻ പറയുന്നത് കേട്ട് നന്ദൻ അലറി. വാട്ട്? നിരഞ്ജനൊപ്പം ഏത് പെൺകുട്ടി? അത് ബോസ്, നിരഞ്ജന്റെ കമ്പനിയിലെ സ്റ്റാഫാണ്. പിന്നെ ചെട്ടിയാർ പിടിച്ചു കൊണ്ടുപോയ ആ പയ്യനെ രക്ഷിച്ചത് നിരഞ്ജനാണ്. ജിതിൻ പറഞ്ഞത് കേട്ട് അയാൾ ആലോചിച്ചു പറഞ്ഞു. ഏതാ ആ കുട്ടി? അവളെപ്പറ്റി തിരക്കണം. നിതാര നമ്മുടെ കൈവഴുതി പോകരുത്. യെസ് ബോസ്. ജിതിൻ അയാളെ നോക്കി മന്ദഹസിച്ചു പുറത്തേക്കിറങ്ങി. രാത്രിയിൽ ഫുഡും കഴിച്ച് മെയിൽ ചെക്ക് ചെയ്യായിരുന്നു നിരഞ്ജൻ. അപ്പോഴാണ് ശിഖന്യയുടെ ഒഫീഷ്യൽ മെയിൽ കണ്ടത്. നിരഞ്ജൻ അത് ഓപ്പൺ ചെയ്തു. ദേവുവിന്റെ 3 മാസത്തെ ലീവ് ആപ്ലിക്കേഷൻ. അവൻ ദീർഘനിശ്വാസം എടുത്തിട്ട് സാങ്ഷൻ ചെയ്തു. ലാപ്പ് മടക്കി വെച്ച് അവൻ പതിയെ ബെഡിലേക്ക് മലർന്നു കിടന്നു. ദേവു, എന്റെ സ്വപ്നവും ജീവനും നീയാണ് പെണ്ണെ. നിന്നോട് ഞാനിത് എങ്ങനെയാ പറയുക? നീ ഇല്ലാതെ ഞാൻ പൂർണ്ണനാവുകയില്ല. നിന്നിൽ നിന്ന് അടർന്നു മാറി എനിക്കൊരു ജീവിതവും ഇനിയില്ല. അവൻ ആലോചിച്ചിരുന്നപ്പോഴാണ് ഫോൺ റിങ് ചെയ്തത്. അവൻ എടുത്തു നോക്കി. ദേവുവാണ്. അവൻ ഫോൺ ചെവിയോട് ചേർത്തു. ദേവു. അവന്റെ ശബ്ദം കേട്ടപ്പോൾ എന്തോ അവളുടെ ഉള്ളിൽ മഞ്ഞു പൊഴിഞ്ഞു. പുഞ്ചിരിയോടെ അവൾ മൂളി. മാഷേ, ഞാൻ കുറച്ച് ദിവസം താരുവുമായിട്ട് ഒന്ന് സെറ്റാട്ടെ. അതാ ലീവ് ആപ്ലിക്കേഷൻ അയച്ചത്. എനിക്ക് മനസ്സിലായി ദേവു. എനിക്ക് എന്താ വേണ്ടതെന്നറിയില്ല. ഇന്നലെ രാത്രി വിദ്രുതി എന്നെ വിളിച്ചിരുന്നു. പെട്ടെന്ന് സിറ്റിക്ക് പുറത്തുള്ള പാർക്കിങ്ങിലേക്ക് ചെല്ലുവാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ നിതയാകെ ഭ്രാന്ത് പിടിച്ചതുപോലെ ഇരിക്കുമായിരുന്നു. അവിടെ നിന്ന് വിദ്രുതിയാ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. നിരഞ്ജൻ പറഞ്ഞത് കേട്ട് അവളൊന്ന് മൂളി. ഈ വിദ്രുതി ഡോക്ടറിനെ മാഷിന് മുൻപ് അറിയുവോ? അറിയാം. വിദ്രുതി കോളേജിൽ എൻ്റെ കൂടെ പഠിച്ചതാണ്. നിരഞ്ജൻ പറഞ്ഞത് കേട്ട് ദേവു ഒന്ന് മൂളി. നാളെ താരുവിനെയും കൊണ്ടൊന്ന് ഔട്ടിങ്ങിന് പോകണമെന്ന് വിചാരിക്കുന്നു. ദേവു, അവിടെ ശ്രീയില്ലേ? ഇല്ല, ശ്രീ ഏതോ ഫ്രണ്ടിന്റെ കല്യാണത്തിന് ചെന്നൈക്ക് പോയേക്കുവാ. ദേവു, തന്റെ ഫ്രണ്ടില്ലേ കാവ്യ, ആ കുട്ടി റിസൈൻ ചെയ്യാൻ പോവാണെന്ന് കുറുപ്പങ്കിള് പറഞ്ഞു. നിരഞ്ജൻ പറഞ്ഞത് കേട്ടവൾ പറഞ്ഞു. അവളുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്.
ഉടനെ അതുണ്ടാകും. അതാ. എങ്കിൽ ശരി, വയ്ക്കട്ടെ. നാളെ വിളിക്കാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിരഞ്ജൻ കട്ട് ചെയ്ത് ഫോൺ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മാഷേ, മാഷിന് എനിക്ക് എന്തിഷ്ടമാണെന്നറിയോ? മാഷില്ലാണ്ടൊരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. അത്ര കണ്ട് ഞാൻ മാഷെ സ്നേഹിക്കുന്നു. ദേവു ആരോടോ പറയുകയാണ്. മുന്നിൽ നീണ്ടു നീണ്ട കടൽ. കടൽ തിരകൾക്ക് നേരെ തിരിഞ്ഞവൻ നിന്നു. അവനെ നോക്കി. അവന്റെ പിറകിൽ അവളും. അവളുടെ നീണ്ടുകൂർത്ത കറുത്ത കുപ്പിവള ഇട്ട കൈ അവൻ കോർത്തു പിടിച്ചു. പെട്ടെന്ന് അമ്മയുടെ സ്വരം മുഴങ്ങി. ദേവുമോളെ, എഴുന്നേക്ക്. നേരെ എത്ര ആയിന്നാ വിചാരം? ദേവു പതിയെ കണ്ണു തുറന്നു. അവളുടെ മനസ്സിൽ നിന്നും കണ്ട സ്വപ്നം മാഞ്ഞു പോയിരുന്നു. അവൾ പുഞ്ചിരിയോടെ അടുത്ത് കിടന്നുറങ്ങുന്ന താരുവിനെ നോക്കി. ഒരു കുഞ്ഞിന്റെ ദൈന്യതയായിരുന്നു അവളുടെ മുഖത്ത്. അലാറം ഓഫ് ചെയ്ത് ദേവു വാഷ്റൂമിലേക്ക് പോയി. തിരികെ വന്ന് യോഗ ചെയ്യാനായി ബാൽക്കണിയിലേക്ക് പോകുമ്പോഴും താരു ഉണർന്നിട്ടില്ല. അരമണിക്കൂർ കഴിഞ്ഞ് ദേവു പായ മടക്കി വെച്ച് കോഫി ഇടാൻ അടുക്കളയിലേക്ക് കയറി. കാപ്പിപ്പൊടി ചേർക്കുമ്പോഴാണ് താരു എഴുന്നേറ്റ് വന്നത്. ഹാ, നീ എഴുന്നേറ്റോ? ഗുഡ് മോർണിംഗ്, ദേവു പുഞ്ചിരിയോടെ പറഞ്ഞു. അത് കേട്ട് താരുവും പുഞ്ചിരിച്ചു. ഗുഡ് മോർണിംഗ്. എടാ, നമുക്കിന്ന് പുറത്തൊക്കെ കറങ്ങാൻ പാം. കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ദേവു പറഞ്ഞത് കേട്ട് താരു ഒന്ന് മൂളി. ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. താരു തിരികെ മുറിയിലേക്ക് പോയപ്പോൾ ദേവുവിൻ്റെ ഫോൺ ബെല്ലടിച്ചു. അമ്മയാണ്. അവൾ കോൾ എടുത്തു. അമ്മ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ദേവുട്ടി. ദേവൻ എവിടെ? എഴുന്നേറ്റില്ലേ? ദേവകി അമ്മയുടെ ചോദ്യം കേട്ട് അവളൊന്ന് പരിഭ്രമിച്ചു. എഴുന്നേറ്റമ്മ, അവൻ ജോഗിങ്ങിന് പോയേക്കുക. അവൾ പറഞ്ഞത് കേട്ട് ദേവകി. ആര്? എൻ്റെ പുത്രനോ? എൻ്റെ ദേവു. നിന്നെ അവനെയുമൊക്കെ പെറ്റിട്ടപ്പോൾ തൊട്ട് ഞാൻ കാണാൻ തുടങ്ങിയതല്ലേ? ദേവു ഒന്ന് അമർത്തി ചിരിച്ചു. അമ്മ, നമ്മുടെ നിരഞ്ജനില്ലേ, പുള്ളിക്ക് ഒരനിയത്തിയുണ്ട്, നിതാര. ആര്? നമ്മുടെ അച്ചുവിൻ്റെ കൂട്ടുകാരൻ നിരഞ്ജനോ? അത് തന്നെ. അപ്പം നിതാരയ്ക്ക് കുഞ്ഞിലേ വളർന്നത് തൊട്ട് കുറച്ച് പ്രശ്നമുണ്ട്. ആരോടും അങ്ങനെ മിണ്ടാറോ സംസാരിക്കാറോ ഇല്ല. പക്ഷെ ഞാനുമായിട്ട് നല്ല കൂട്ടാ. അതുകൊണ്ട് ഇന്നലെ ഞാനിങ്ങ് കൊണ്ടുവന്നു. അതെന്താ കുട്ടി അങ്ങനെ? നിരഞ്ജൻ എല്ലാവരോടും നല്ല സ്നേഹമുള്ള പയ്യനാണല്ലോ. അതമ്മേ, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അമ്മ വിളിക്കുമ്പോൾ അവൾ അടുത്തുണ്ടെങ്കിൽ ഒന്ന് സ്നേഹത്തോടെ സംസാരിക്കണം കേട്ടോ. അതിനിപ്പോൾ എന്താ? ആ കുട്ടിയും എൻ്റെ കൊച്ചു തന്നല്ലേ. ദേവകിയുടെ വർത്താനം കേട്ടവൾ പുഞ്ചിരിച്ചു. മോഹിനി ഇന്നലെ വിളിച്ചിരുന്നു മോളെ. കാവ്യയുടെ അമ്മയാണ് മോഹിനി. കാവ്യ പറഞ്ഞമ്മേ, അവളുടെ കല്യാണം ഉടനെ വേണമെന്നാ വിഷ്ണുവും വീട്ടുകാരും പറയുന്നേ. അത് തന്നെ, 2 ആഴ്ച കഴിഞ്ഞ കല്യാണം. കല്യാണത്തിന് നീ വരില്ലേ? വരൂ അമ്മേ. എന്നാ വയ്ക്കട്ടെ, കുറച്ച് പണിയുണ്ട്. ശരി മോളെ. ദേവു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ചപ്പാത്തിയും പിന്നെ യൂട്യൂബ് നോക്കി വെജിറ്റബിൾ കുറുമയും ഉണ്ടാക്കി. നിതാര അപ്പോഴേക്കും ഫ്രഷായി വന്നിരുന്നു. കഴിക്കാനിരുന്നപ്പോൾ ദേവു പറഞ്ഞു, ഫുഡ് ഞാൻ ഉണ്ടാക്കിയതാ. ഇഷ്ടപ്പെടുവോ താരു നിനക്ക്? അവൾ അത് കേട്ട് പുഞ്ചിരിച്ചു. സാധാരണ ഞാൻ രാവിലെ ടൊമാറ്റോ റിസോട്ടോ ആണ് കഴിക്കാറ്. ഇന്നൊരു വെറൈറ്റി ആവട്ടെ. പക്ഷെ ദേവു, നിന്നെ എനിക്ക് തീരെ വിശ്വാസമില്ല. താരു കുറുമ്പോടെ പറഞ്ഞത് കേട്ട് അവൾ മുഖം കൂർപ്പിച്ചു. അമർത്തിപ്പിടിച്ച ചിരിയോടെ അവൾ അത് മുഴുവൻ കഴിച്ചു തീർത്തു. കുറച്ചു കഴിഞ്ഞ് രണ്ടുപേരും അവിടെ നിന്നിറങ്ങി. നിതാര തലേ ദിവസം വാങ്ങിയ ജീൻസും ടോപ്പുമാണ് ധരിച്ചത്. എങ്കിൽ പിന്നെ ഞാനും നീലയിടാമെന്ന് പറഞ്ഞ് ദേവു നീല നിറത്തിലെ ടോപ്പിട്ടു. 2 പേരും കൂടി ഫ്ലാറ്റും പൂട്ടി സംസാരിച്ച് താഴെ മെയിൻ റോഡിലേക്ക് ഇറങ്ങുന്നത് കണ്ട അവൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. താറിലിരുന്ന് അവരെ വീക്ഷിച്ചിരുന്ന അവൻ്റെ കണ്ണുകളിൽ താരുവിൻ്റെ പുഞ്ചിരി ഉടക്കി നിന്നു. അതവനിൽ അനിയന്ത്രിതമായ കോപം സൃഷ്ടിച്ചു. കാവ്യ ഹോസ്റ്റലിലെല്ലാം പാക്ക് ചെയ്യുന്ന തിരക്കിലായിരുന്നു. ഡ്രസ്സെല്ലാം അടുക്കി വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അവളെ കൊണ്ടുപോകാനായി വിഷ്ണു വന്നിരുന്നു. കാവ്യ ഡ്രസ്സും ബാഗും ഒക്കെ എടുത്ത് റൂം പൂട്ടി ഇറങ്ങി. വിഷ്ണു അവളെ കണ്ട് ചിരിയോടെ ബാഗ് കയ്യിൽ വാങ്ങി. കാവ്യ കീ റിസപ്ഷനിൽ ഏൽപ്പിച്ച് ഒപ്പിട്ടു. അവർക്കൊരു പുഞ്ചിരി സമ്മാനിച്ച് അവൾ ഇറങ്ങി. വിഷ്ണു എങ്ങനെയാ വന്നത്? അവിടെ നിന്നിറങ്ങുമ്പോൾ അവൾ ചോദിച്ചു. ഞാൻ കാറിലാടോ വന്നത്. തിരിച്ച് നമുക്ക് അത്രയും നേരം സംസാരിക്കാലോ. കാവ്യ ചിരിയോടെ ബാഗ് ഡിക്കിയിൽ വെച്ച് കാർ തുറന്ന് അവനോടൊപ്പം കോ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. എടോ, മാരേജ് ഇൻവിറ്റേഷൻ ലെറ്റർ ഇതാ. തനിക്കിവിടെ ആരൊക്കെയോ ഇൻവൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നല്ലോ. കാവ്യ ചിരിച്ചു. നമുക്കൊന്ന് ഓഫീസിൽ കയറിയിട്ട് പോവാം. അവർ ഓഫീസിലെത്തുമ്പോൾ എല്ലാവരും ജോലി തിരക്കിലായിരുന്നു. എന്നിരുന്നാലും അവൾക്കൊരു പുഞ്ചിരി സമ്മാനിക്കാൻ ആരും മറന്നില്ല. ദേവുവിൻ്റെ സീറ്റ് ഒഴിഞ്ഞെടുക്കുന്നത് കണ്ട് അവൾ നിരഞ്ജൻ്റെ ക്യാബിനിലേക്ക് നോക്ക് ചെയ്ത് കയറി. കൂടെ വിഷ്ണുവും ഉണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് സർ. ഇത് വിഷ്ണു, എൻ്റെ ഫിയാൻസി. അടുത്ത മാസം 4-ാം തീയതിയാണ് കല്യാണം. സർ ഉറപ്പായും വരണം. കാവ്യ വെഡ്ഡിംഗ് ലെറ്റർ കൊടുത്തു പറഞ്ഞു. നിരഞ്ജൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. അവൻ്റെ മനസ്സിൽ ആദ്യം കാറിൽ വെച്ച് കേട്ട ദേവുവിനോടുള്ള ഫോൺ കോൾ ആയിരുന്നു. ഉറപ്പായും വരും. ആൾ ദി ബെസ്റ്റ്.
നിരഞ്ജൻ വിഷ്ണുവിന് കൈ കൊടുത്തു. ബാക്കി എല്ലാ സ്റ്റാഫിനെയും വിളിച്ചിട്ടാണ് അവർ പോയത്. എവിടെടോ തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ശിഖന്യ? അവളെ കണ്ടില്ലല്ലോ. വിഷ്ണുവിന്റെ ചോദ്യം കേട്ട് കാവ്യ പറഞ്ഞു. അവൾ 1 മാസത്തെ ലീവിലാ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. കാവ്യ ഫോൺ എടുത്ത് വിളിച്ചു. കാവ്യ വിളിക്കുമ്പോൾ ദേവുവും നിതാരയും കൂടെ ഓൾഡ് ഹൈദരാബാദിലെ ഒരു കോഫി ഷോപ്പിലായിരുന്നു. എന്നാ പിന്നെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് അവർ ഫോൺ വെച്ചു. വിഷ്ണുവും കാവ്യയും 10 മിനിറ്റിലങ്ങ് എത്തി. കാവ്യയെ കണ്ട് നിത പുഞ്ചിരിച്ചു. ആ മന്ദഹാസം കണ്ട് അമ്പരന്നെങ്കിലും അവളും തിരികെ പുഞ്ചിരിച്ചു. കല്യാണമൊക്കെ വിളിച്ച് കാപ്പിയൊക്കെ കുടിച്ച് അവർ അവിടെ നിന്നിറങ്ങി. കൃത്യം 2 ആഴ്ച കഴിഞ്ഞാണ് കല്യാണം. ദേവു, നീ കല്യാണത്തിന് പോകുന്നുണ്ടോ? താരു ചോദിച്ചിട്ട് അവൾ പറഞ്ഞു. പിന്നില്ലാതെ, പോണ്ടേ? നമ്മൾ ഒന്നിച്ചാ പോന്നത്. നമ്മൾ ഒന്നിച്ചോ? അതെ, നമ്മൾ ഒന്നിച്ചെന്നെ. അവിടെ നിന്ന് എന്റെ തറവാട്ടിലേക്കും പോകും. ദേവു എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. താരു കൂടുതൽ ഒന്നും പറഞ്ഞില്ല. ആ സമയം നന്ദാവനത്തിൽ ഉയർന്ന സോഫയിൽ കാലിന് മുകളിൽ കാൽ കയറ്റി വെച്ചിരിക്കുകയാണവൻ. തൊട്ടു പിന്നിൽ അയാളുടെ ജോലിക്കാരൻ നിപ്പുണ്ട്. അയാൾ നോക്കി നിന്നത് ആ ഫോട്ടോയിലേക്കാണ്. ചിരി വിടരുന്ന ആ കണ്ണുകൾ. അയാളുടെ നോട്ടം കയ്യിലിരുന്ന ഐപാഡിൽ പൊതിഞ്ഞു. അതിൽ നിലത്ത് വീണ് ചോര വാർന്നൊഴുകുന്ന നന്ദനയുടെ ദേഹത്തേക്ക് വണ്ടി ഇടിച്ചു കയറ്റുന്ന നിതാര. അയാളുടെ കണ്ണുകളിൽ പകയെരിഞ്ഞു. കണ്ണുകൾ അയാൾ വലിച്ചടച്ചു. ആ കണ്ണുകളുടെ ഉള്ളിൽ ആ 5 വയസ്സുകാരുടെ മുഖം തെളിഞ്ഞു. ഏട്ടാ, ഏട്ടന്റെ വാവയ്ക്ക് ഉറക്കം വരണില്ല. വാവയ്ക്ക് പാട്ട് പാടിത്തരുവോ? അവളുടെ പിങ്ക് മുഖത്തെ കുഞ്ഞു വെള്ളാരം കണ്ണുകളും ആ നിഷ്കളങ്ക പുഞ്ചിരിയും അയാളുടെ ഹൃദയത്തെ കുത്തിക്കീറി. നിരഞ്ജൻ രാവിലെ ഉണർന്നു. ഓഫീസിൽ പോകാൻ ഒരു ഉഷാറില്ല. അവൻ ഓഫീസിൽ പോകുന്നതിന്റെ പ്രധാന കാരണം ദേവു ആയിരുന്നു. അവളെ കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്നും ഓഫീസിൽ പോകുന്നത്. അവളിപ്പോൾ ലീവ് എടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞു. എന്നും രാത്രി വിളിക്കും. അന്നുണ്ടായ നിതാരയുടെ വിശേഷം മുഴുവൻ പറയും. എന്നാലും അവനെന്തോ അവളെ കാണണമെന്ന് തോന്നി. പക്ഷെ താരു അവനെ കണ്ട എങ്ങനെ പ്രതികരിക്കുമെന്ന് ഓർത്തപ്പോൾ അവൻ അവളെ കാണണ്ടെന്ന് കരുതി. ദേവുവിനെ പറ്റി ഓർത്തിരുന്നപ്പോഴാണ് ശ്രേയ വിളിച്ചത്. അവൻ ഫോൺ എടുത്തു. സർ, ഇന്നാണ് RK ഗ്രൂപ്പുമായിട്ട് മീറ്റിംഗ്. 10 മണിക്കാണ്. സാർ എത്തില്ലേ? ഓക്കെ, ഐ വിൽ കം. മീറ്റിംഗ് ഉണ്ടായതുകൊണ്ട് മാത്രം അവൻ റെഡിയായി ഓഫീസിലേക്ക് ഇറങ്ങി. ഹോളിലിരിക്കുന്ന ദേവയാനിയെ കണ്ടതും അവൻ മനസ്സിൽ ഓർത്തു. ഈ അമ്മയുടെ അടുത്ത പാവം പെണ്ണിനെ ഞാൻ എങ്ങനെ കെട്ടിക്കൊണ്ടു വരാനാ എൻ്റെ മഹാദേവ. ഓരോന്ന് ചിന്തിച്ചവൻ ഓഫീസ് എത്തിയത് അറിഞ്ഞില്ല. അവൻ കാറ് പാർക്ക് ചെയ്യുമ്പോൾ ശ്രേയ ഓടി അടുത്തേക്ക് വന്നു. അവനെ വിഷ് ചെയ്ത് ക്യാബിൻ വരെ അവൾ അനുഗമിച്ചു. കുറച്ച് നേരം കഴിഞ്ഞതും നിരഞ്ജൻ കോൺഫറൻസ് റൂമിലേക്ക് പോയി. 10 മണിക്ക് മുമ്പ് തന്നെ RK ഗ്രൂപ്പ് MD മഹാദേവൻ നമ്പ്യാർ അവിടെ എത്തിയിരുന്നു. അയാളെ കണ്ടവൻ എഴുന്നേറ്റ് നിന്ന് വിഷ് ചെയ്തു. അയാളും ഹൃദ്യമായ ചിരിയോടെ അഭിവാദ്യം ചെയ്തു. കുറച്ച് സമയത്തിനകം നിരഞ്ജൻ പ്രോജക്റ്റ് പ്രസന്റ് ചെയ്തു. നിരഞ്ജൻ അവതരിപ്പിക്കുന്ന ഓരോ പോയിന്റും കേട്ട് അയാളുടെ മുഖം മങ്ങി. അത് കേട്ട് നിരഞ്ജൻ ചോദിച്ചു, സർ, ആർ യു ഓക്കെ? എനി ഡൗട്ട്? യെസ് മിസ്റ്റർ നിരഞ്ജൻ. ഈ പ്രോജക്റ്റ് കഴിഞ്ഞ ദിവസം NN ഗ്രൂപ്പ് പ്രസന്റ് ചെയ്ത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തതാണ്. ഇത് തന്നെയാണോ നിങ്ങൾ ഉണ്ടാക്കിയത്? നിരഞ്ജൻ അമ്പരന്നു. കാരണം അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഫയലാണ്. അത് നിരഞ്ജൻ ക്രിയേറ്റ് ചെയ്തതായിരുന്നു. ഒരു നിമിഷം അവൻ വല്ലാതെയായി വിയർത്തു. സോറി മിസ്റ്റർ നിരഞ്ജൻ. അയാൾ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. നിരഞ്ജൻ സങ്കടത്തോടെ ദേഷ്യത്തോടെ ഫയലെടുത്ത് ചുമരിലേക്ക് എറിഞ്ഞു. അതേസമയം തന്നെയാണ് നിരഞ്ജന് ദേവുവിന്റെ കോള് വന്നത്. ദേഷ്യം നല്ലതുപോലുണ്ടെങ്കിലും അവൻ ദീർഘനിശ്വാസം വിട്ട് ഫോൺ എടുത്തു. ഹലോ നിരഞ്ജൻ, താരുവിന് നല്ല സുഖമില്ല. പെട്ടെന്ന് അൺകോൺഷ്യസ് ആയി. നിരഞ്ജൻ ഒന്ന് പെട്ടെന്ന് വരുവോ? നിരഞ്ജൻ കോൾ കട്ട് ചെയ്ത് വേഗം അവിടെ നിന്നിറങ്ങി. ദേവുവിന്റെ പതറിയ സ്വരം ഓർക്കെ അവന്റെ വേഗത വർദ്ധിച്ചു. രാവിലെ പതിവ് പോലെ ദേവു ഉണർന്നു. പക്ഷെ ഇന്ന് അവൾക്കൊപ്പം താരുവിനെയും വിളിച്ചുണർത്തി. അവർ ഒരുമിച്ചാണ് യോഗ ചെയ്തത്. താരുവിന് ഇതൊക്കെ പുതിയ അനുഭവമായിരുന്നു. അതുകൊണ്ട് ദേവു അവൾക്കൊപ്പം നിന്ന് സഹായിച്ചു. എല്ലാം കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് അവർ മൂവി കാണുകയായിരുന്നു. പെട്ടെന്നാണ് മൂവിയിൽ ആക്സിഡന്റ് സീൻ കാണിച്ചത്. അത് കണ്ടതും താരു വല്ലാതെ വിയർക്കാൻ തുടങ്ങി. അവളിൽ നിന്ന് അസ്വാഭാവികമായ ശബ്ദങ്ങൾ പുറപ്പെട്ടു. ദേവു കാര്യം മനസ്സിലാവാതെ അവളെ പകച്ചു നോക്കി. താരു എന്താ പറ്റിയേ? പക്ഷെ അതൊന്നും താരു കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവളുടെ കണ്ണിൽ ഇരുട്ട് കയറി. മുഖമാകെ വിളറി വെളുത്തു. തലമുടി കോർത്തു വലിച്ചു. പതിയെ തളർന്ന് ദേവുവിന്റെ മടിയിലേക്ക് വീണു. ഈ നേരം കൊണ്ട് ദേവു ഭയന്നിരുന്നു. എങ്ങനെയൊക്കെയോ ആണ് നിരഞ്ജനെ വിളിച്ച് അത്രയും പറഞ്ഞത്. സിറ്റി ഹോസ്പിറ്റൽ, ഹൈദരാബാദ്.
കൺസൾട്ടിംഗ് റൂമിൽ ഡോക്ടറിന് വേണ്ടി അക്ഷമയോടെ കാത്തിരിക്കുകയാണ് ദേവുവും നിരഞ്ജനും. താരുവിനെ അകത്ത് ഡോക്ടർ നോക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞാൽ പുറത്തേക്കിറങ്ങി വെള്ള ഓവർകോട്ട് ധരിച്ച് സുമുഖനായ ചെറുപ്പക്കാരൻ. ഗുഡ് മോർണിംഗ് നിരഞ്ജൻ. ഷീസ് ഓൾ റൈറ്റ്. പേടിക്കാനൊന്നുമില്ല, അവൾ ഫിസിക്കലി ഫിറ്റാണ്. നിരഞ്ജന്റെയും ദേവുവിന്റെ മുഖത്ത് ആശ്വാസം നിറഞ്ഞു. ബട്ട് ഐ തിങ്ക് ഷീസ് മെന്റലി വീക്ക്. ഡോക്ടർ പറയുന്നത് കേട്ട് അവർ മനസ്സിലാവാതെ അയാളെ നോക്കി. ആ കുട്ടിക്ക് മെന്റലി എന്തോ പ്രശ്നമുണ്ട്. ഒരുപക്ഷെ നിരഞ്ജൻ പറഞ്ഞതുപോലെ അമിതമായ ഡ്രഗ്സ് യൂസേജ് കാരണമാവാം. നിരഞ്ജൻ ആദ്യമേ തന്നെ നിതാരയെ പറ്റിയുള്ള കാര്യങ്ങൾ ഡോക്ടറിനെ അറിയിച്ചിരുന്നു. ശിഖന്യ, നിങ്ങൾ എന്ത് ചെയ്തപ്പോഴാണ് ആ കുട്ടി പാനിക്കായത്? ഞങ്ങൾ ഒരുമിച്ച് മൂവി കാണുകയായിരുന്നു ഡോക്ടർ. അപ്പോഴവൾ പെട്ടെന്നിങ്ങനെ. ദേവു വല്ലാതെ വിയർത്തു പോയിരുന്നു. ഓക്കെ, നമുക്ക് ആ കുട്ടിയുടെ കുഴപ്പം എന്താണെന്ന് നോക്കാം. ഇവിടുത്തെ സൈക്കോളജിസ്റ്റ് ഇന്നുണ്ട്. 2nd ഫ്ലോറിലാണ് മാഡത്തിന്റെ ക്യാബിൻ. പോയി കണ്ടോളൂ. നിതാര മയക്കമുണരട്ടെ. താങ്ക് യു ഡോക്ടർ. നിരഞ്ജനും ദേവും അവിടെ നിന്ന് എഴുന്നേറ്റു. 2nd ഫ്ലോറിലെ സൈക്കോളജിസ്റ്റിനെ അടുത്തെത്തുമ്പോൾ അവൻ ചോദിച്ചു, ദേവു, നമുക്ക് വിദ്രുതിയുടെ അടുത്തേക്ക് കൊണ്ടുചെന്നാലോ അവളെ? വേണ്ട നിരഞ്ജൻ, അവരെ എനിക്ക് വിശ്വാസമില്ല. കാരണം ഒന്നുമില്ലാതെ താരുവിനെ ഒരു പേഷ്യന്റ് ആക്കാനാ അവർ നോക്കിയത്. ദേവുവിന്റെ മുഖത്ത് അമർഷം നിറഞ്ഞു. നിരഞ്ജൻ കൂടുതലൊന്നും പറഞ്ഞില്ല. ഡോക്ടർ അരുന്ധതി, സൈക്കോളജിസ്റ്റ്. ബോർഡ് വായിച്ചു നോക്കിയിട്ട് ദേവു ഡോർ നോക്ക് ചെയ്തു. യെസ്, കമിൻ. അകത്തെ റിവോൾവിംഗ് ചെയറിൽ ഇരുന്ന പെൺകുട്ടി പുഞ്ചിരിയോടെ പറഞ്ഞു. ഒരു 28 വയസ്സ് പ്രായം തോന്നിക്കും അവരെ കണ്ട. കാപ്പിപ്പൊടി കളറിലെ നേർത്ത സാരിയായിരുന്നു വേഷം. കണ്ണിന് മുകളിലെ കണ്ണട അവർക്ക് പക്വത തോന്നിച്ചു. ദേവുവിനെയും നിരഞ്ജനെയും അവർ ചിരിയോടെ സ്വീകരിച്ചു. അവർ പറഞ്ഞു തുടങ്ങി. ചെന്നൈയിലെ കൂട്ടുകാരന്റെ കല്യാണവും കൂടി തിരികെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ദേവനും കൂട്ടുകാരും. ബാഗൊക്കെ പാക്ക് ചെയ്ത് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് വരുണും നന്ദനും ദേവന്റെ മുഖം ശ്രദ്ധിച്ചത്. എന്താടാ ദേവ, നിനക്ക് എന്ത് പറ്റി? മുഖമൊക്കെ വല്ലാതിരിക്കുന്നു. അതൊന്നുമില്ലടാ, ദേവ് വിളിച്ചിട്ട് 2 ദിവസമായി. ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. വരുൺ ചോദിച്ചതിന് അവൻ ഉത്തരം പറഞ്ഞു. അതവൾക്ക് എന്തേലും തിരക്കായിരിക്കും, അതാ. നീ കാര്യമാക്കണ്ട, തിരികെ ഫ്ലാറ്റിലോട്ടല്ലേ പോണേ. നന്ദൻ അവനെ സമാധാനിപ്പിച്ചു. തിരികെ ഫ്ലാറ്റിലോട്ട് തന്നെയാ പോന്നേ, പക്ഷെ അതിനു മുൻപ് അവന്റെ കണക്ക് തീർക്കണം, ആ ചെട്ടിയാരുടെ. ദേവന്റെ കണ്ണുകളിൽ പകയെരിഞ്ഞു. എടാ ദേവാ, ആവശ്യമില്ലാത്ത പ്രശ്നത്തിന് പോണോ? ഒന്നാമത് ഇത് നമ്മുടെ നാടല്ല. വരുൺ ഭയപ്പെട്ടു. എടാ, എന്റെ ഫ്ലാറ്റിൽ കയറി എന്നെ പിടിക്കാൻ അവൻ കാണിച്ച ധൈര്യം ഉണ്ടല്ലോ, അപ്പം ഞാൻ അവനെ വെറുതെ വിടണോ? ദേവാ, അയാൾ നിന്റെ ഫ്ലാറ്റിൽ കയറിയെങ്കിൽ ദേവു അവിടെ ഒറ്റയ്ക്കല്ലേ? നന്ദൻ പേടിയോടെ ചോദിച്ചു. നീ അതിപ്പോഴാണോ ചിന്തിച്ചേ? അവളെ എന്റെ പെങ്ങളാടാ, ഒരുത്തനും അവളെ തൊടില്ല. ഞാൻ പിന്നെ നിരഞ്ജനോടൊന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ദേവൻ പറഞ്ഞു. അപ്പോഴേക്കും ട്രെയിൻ വന്ന് 3 പേരും ട്രെയിനിലേക്ക് കയറി. ആശുപത്രിയിൽ നിന്നിറങ്ങുമ്പോൾ താരു നല്ല മയക്കത്തിലായിരുന്നു. നിരഞ്ജനാണ് ഡ്രൈവ് ചെയ്തത്. ദേവു അവനൊപ്പം കോ ഡ്രൈവിംഗ് സീറ്റിലാണ് ഇരുന്നത്. നിരഞ്ജൻ, താൻ ഓക്കെ അല്ലേ? എന്താ ഒരു ടെൻഷൻ പോലെ? അവൾ ചോദിക്കുന്ന കേട്ട് അവൻ പറഞ്ഞു. ദേവു, ഞാൻ അമേരിക്കയിലായിരുന്നപ്പോൾ ഒക്കെ അച്ഛനാണ് കമ്പനിയും ബിസിനസ്സും നോക്കി നടത്തിയിരുന്നേ. എങ്ങനെയും ബിസിനസ് നല്ല രീതിക്ക് കൊണ്ടുപോകണമെന്ന കാരണം പറഞ്ഞ് എന്നെയോ നിതയോ അച്ഛനൊന്നും സ്നേഹിച്ചിട്ടില്ല. ഇതിപ്പോൾ ഞാൻ ഇവിടെ വന്ന് കമ്പനിയിൽ ജോയിൻ ചെയ്ത ശേഷം വന്ന ആദ്യത്തെ പ്രൊജക്റ്റ് തന്നെ ക്യാൻസലായിപ്പോയി. ദേവു അവനെ നോക്കി. ആ കണ്ണുകളിൽ ദുഃഖം ഇരമ്പുന്നുണ്ട്. തന്നെ കൊണ്ട് സാധിച്ചില്ലല്ലോ എന്ന നിരാശാബോധം അവനെ കീഴടക്കിയിരുന്നു. അവൾ പതി അവന്റെ കയ്യിൽ പിടിച്ചു. ഒരു നിമിഷം അവൻ ഞെട്ടി അവളെ നോക്കി. നിരഞ്ജൻ, സാരമില്ല, അടുത്ത പ്രൊജക്റ്റ് നമുക്ക് തന്നെ കിട്ടും, ഞാനല്ലേ പറയുന്നേ? അവനൊന്ന് പുഞ്ചിരിച്ചു. ഏത് ഗ്രൂപ്പിനാ നിരഞ്ജൻ ആ പ്രോജക്റ്റ് പോയത്? ദേവു കുറച്ചുനേരം കഴിഞ്ഞ് ചോദിച്ചു. ഞാൻ അന്വേഷിച്ചിരുന്നു ദേവു, ഒരു NN ഗ്രൂപ്പ്സ്. അങ്ങനെ ഒരു കമ്പനി നേരത്തെ കേട്ടിട്ടില്ലല്ലോ. ഇല്ല, അത് കേരളത്തിൽ മാത്രമുള്ള കമ്പനിയാണ്. ഹൈദരാബാദിൽ വന്നിട്ട് കുറച്ചാവുന്നതേ ഉള്ളൂ. ദേവു കൂടുതലൊന്നും പറഞ്ഞില്ല. അവരെ ഫ്ലാറ്റിൽ വിട്ടിട്ട് അവൻ തിരികെ ഓഫീസിലേക്ക് പോയി. അടുത്ത ദിവസം ചെയ്യേണ്ടിരുന്ന പ്രൊജക്റ്റ് ഒരുക്കുന്ന തിരക്കിലായിരുന്നു അവൻ. നന്ദൻ കയ്യിലിരുന്ന ഫയൽ നോക്കി ചിരിച്ചു. വിജയത്തിന്റെ ആദ്യ പടി കീഴടക്കിയതുപോലെ അയാൾ അട്ടഹസിച്ചു. ആദ്യ തടി തന്റെ എതിരാളിക്ക് സമ്മാനിച്ച സന്തോഷത്തിലായിരുന്നു അയാൾ. അങ്ങോട്ടേക്ക് ജിതിൻ കയറി വന്നു. അയാൾ അവനെ നോക്കി ചിരിച്ചു. ആ ചിരിക്ക് പിന്നിലെ സന്തോഷം മനസ്സിലാക്കി അവൻ ചോദിച്ചു. ബോസ്, നിങ്ങളിന്ന് വളരെ ഹാപ്പിയാണല്ലോ. ഞാൻ വളരെ ഹാപ്പിയാണ് ജിതിൻ, ഇത് കണ്ടോ? അയാൾ കയ്യിലിരുന്ന പേപ്പർ ഉയർത്തിക്കാട്ടി. നിരഞ്ജൻ വാസുദേവിന്റെ കമ്പനിക്ക് നേരെയുള്ള ആദ്യ അടി.
10 കോടി രൂപയുടെ പ്രൊജക്റ്റാണ് ഞാൻ അടിച്ചെടുത്തത്. അയാളുടെ മുഖത്ത് ക്രൂരത നിറഞ്ഞു. നമ്മുടെ ടാർഗറ്റ് നിതാരയല്ലേ? ഇതിപ്പോ നിരഞ്ജൻ? ജിതിൻ മനസ്സിലാവാതെ ചോദിച്ചു. അതെ ജിതിൻ, നിതാര മാത്രമായിരുന്നു എൻ്റെ ടാർഗറ്റ്. പക്ഷെ നിരഞ്ജൻ, അനിയത്തിയെ രക്ഷിക്കാൻ ഏതറ്റം വരെയും അയാൾ പോകും. നമ്മുടെ ചെട്ടിയാരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചതും അവനാണ്, നിരഞ്ജൻ. നന്ദൻ പറയുന്നത് കേട്ട് ജിതിൻ മൂളി. ബോസ്, ഞാൻ കോയമ്പത്തൂർക്ക് പോവാണ്. ചരക്കിന്നെത്തും. ശരി, ക്യാഷ് എത്ര വേണമെങ്കിലും എടുത്തോളൂ. ജിതിൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ദേവുവും താരുവും രാവിലെ അമ്പലത്തിൽ വന്നതാണ്. ദേവു പച്ച ധാവണി കൊടുത്ത് സുന്ദരിയായിട്ടുണ്ടായിരുന്നു. താരു ആണെങ്കിൽ ദേവു നിർബന്ധിച്ചിട്ട് കൊടുത്ത ഡ്രസ്സ് നോക്കി നിൽക്കുന്നു. അവളുടെ മുഖം കണ്ടാലേ അറിയാം, ഇട്ടിരിക്കുന്നത് തീരെ പിടിച്ചിട്ടില്ലെന്ന്. ഫ്ലാറ്റിൽ വെച്ച് ഒരു യുദ്ധം കഴിഞ്ഞിറങ്ങിയതാണ്. ദേവു പതി അവളുടെ താടിക്കിട്ട് കുത്തിക്കൊണ്ടു ചോദിച്ചു, എന്താടി ഇങ്ങനെ മുഖവും വീർപ്പിച്ച് നിൽക്കുന്നത്? അവൾ പരിഭവത്തോടെ മുഖം വെട്ടിച്ചു. പിന്നല്ലാതെ, ഞാൻ വല്ല സൽവാറും ഇടത്തില്ലായിരുന്നോ? ഇതെന്നെ വെറുതെ കോലം കെട്ടിച്ചു നിർത്തി. ദേവു അവളെ നോക്കി ചിരിയടക്കി തിരിഞ്ഞപ്പോഴാണ് ഒരു വശത്ത് മുല്ലപ്പൂ വിൽക്കുന്നത് കണ്ടത്. അവിടേക്ക് ചെന്ന് കുറച്ച് മുല്ലപ്പൂ വാങ്ങിക്കൊണ്ടുവന്ന് താരുവിന്റെ മുടിയിലേക്ക് വച്ചു. ദേവു, ഞാനിത് മുൻപ് വെച്ചിട്ടില്ലാട്ടോ. അത് സാരമില്ല താരു, ഇത് കുറച്ച് മുല്ലപ്പൂവാ. ഇത് നിന്നെ പിടിച്ച് വിഴുങ്ങൊന്നുമില്ല. അവർ രണ്ടുപേരും അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചു. താരു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അമ്പലത്തിൽ വരുന്നത്. അതിൻ്റെതായ കുഴപ്പവും അവൾക്കുണ്ട്. കൈകൂപ്പി തൊഴാനും പ്രസാദം വാങ്ങാനും എല്ലാം ദേവു പറഞ്ഞു കൊടുത്തു. അമ്പലത്തിൽ നിന്നിറങ്ങുമ്പോഴാണ് അങ്ങോട്ടേക്ക് കയറി വരുന്ന ആളെ അവർ കണ്ടത്. അവനെ കണ്ടതും അവളുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. താരു വലിഞ്ഞു മുറുകിയ മുഖത്തോടെ അവനെ മറികടന്നു പോയെങ്കിലും ദേവു അവിടെ നിന്നു. നിരഞ്ജൻ, രാവിലെ അമ്പലത്തേക്ക് ഇറങ്ങിയോ? താരു പോയ നോക്കി വിഷമത്തോടെ നിന്നിരുന്ന നിരഞ്ജൻ സങ്കടം മറച്ചുവെച്ച് പുഞ്ചിരിച്ചു. ആ, ഇന്നൊരു പ്രൊജക്റ്റ് ഉണ്ട്, അപ്പോ ഒന്ന് ദൈവത്തെ കണ്ടേക്കാമെന്ന് കരുതി. അവന്റെ വിഷമം മനസ്സിലാക്കി അവൾ പറഞ്ഞു. നിരഞ്ജൻ, തന്റെ അനിയത്തിക്കുട്ടി ഏട്ടാന്ന് വിളിച്ചു വരും, ഞാനല്ലേ പറയുന്നേ? നിരഞ്ജൻ പുഞ്ചിരിച്ചു. ആ കണ്ണുകളിലെ തിളക്കം നോക്കി അവൾ തിരിഞ്ഞു നടന്നു. അമ്പലത്തിന് പുറത്തുള്ള തിട്ടപ്പുറത്തിരിക്കുകയായിരുന്നു താരു. മുഖമൊക്കെ ചുവന്ന് തുടുത്തു. ദേവു അവൾക്ക് അടുത്തേക്ക് വന്ന് പറഞ്ഞു, താരു, നിരഞ്ജന് നല്ല വിഷമമുണ്ട്. നിനക്കെന്താ നിരഞ്ജനോട് ഇത്ര ദേഷ്യം? വേണ്ട, നീ അവന് വേണ്ടി വക്കാലത്ത് പറയണ്ട. എൻ്റെ ലൈഫിൽ എല്ലാവരും എന്നെ ഒഴിവാക്കിയിട്ടേ ഉള്ളൂ. അവനെങ്കിലും എന്നെ ചേർത്ത് പിടിക്കായിരുന്നു. അത് കേട്ടപ്പോൾ ദേവുവിൻ്റെ കണ്ണും നിറഞ്ഞു. അവൾ താരുവിനെ കെട്ടിപ്പിടിച്ചു. വാ, നമുക്ക് പോകാം. അവരിറങ്ങി നടന്നു. ജിത്തു, ഞാൻ നിന്നെ കെട്ടിയാലില്ലേ നമുക്ക് 5 കുട്ടികൾ വേണം കേട്ടോ. അത് ഭയങ്കരമായിട്ട് കുറഞ്ഞുപോയി. നമുക്ക് കുറഞ്ഞത് ഒരു 15 പിള്ളേരെങ്കിലും വേണ്ടേ? കുസൃതിയോടെ അവനും തിരികെ ചോദിച്ചു. അതവിടെ നിൽക്കട്ടെ, എന്താ മോൻ്റെ ഉദ്ദേശം? എന്നും എൻ്റെ ഏട്ടൻ്റെ ശിങ്കിടിയായിട്ട് നടന്നാൽ മതിയോ? തമ്പുരാട്ടിക്കുട്ടിയെ കെട്ടിക്കൊണ്ട് പോണ്ടേ? പിന്നെ വേണ്ടേ, ഞാൻ അച്ഛനോട് സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കോടിക്കണക്കിന് ആസ്തിയുള്ള മരുമകളെ വേണ്ടെന്നാ അച്ഛൻ പറയുന്നേ. ഇനി നിന്റെ ഏട്ടനെങ്ങാനും അളിയനായിട്ടെന്നെ വേണ്ടാന്ന് പറയുവോ? നിനക്കറിയില്ലേ ജിത്തു, ഏട്ടൻ ഇന്ന് വരെ എൻ്റെ ഇഷ്ടത്തിന് എതിരെ നിന്നിട്ടുണ്ടോ? അമ്പിളിയമ്മാവനെ വേണോന്ന് പറഞ്ഞാലും പിടിച്ചു തരും. മുന്നിലൂടെ പോയ കാറിന്റെ വലിയ ഹോണടിയാണ് അവനെ ചിന്തയിൽ നിന്നുണർത്തിയത്. അപ്പോഴേക്കും കൺമുന്നിൽ നിന്ന് അവൾ മാഞ്ഞു പോയിരുന്നു. ജിതിന്റെ കൺകോണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ അടർന്നു വീണു. നന്ദന്റെ അച്ഛൻ പാവമായിരുന്നു. ബാംഗ്ലൂരുള്ള ബിസിനസ് എല്ലാം വിട്ടെറിഞ്ഞാണ് അയാൾ ഭാര്യയെയും 2 മക്കളെയും കൂട്ടി നാട്ടിൽ വന്നത്. നന്ദാവനം എന്നൊരു വീടൊക്കെ വെച്ച് ബിസിനസ്സൊക്കെയായി ജീവിച്ചു വരുമ്പോഴാണ് അയാളുടെ ഭാര്യ മരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് തളർന്നുപോയ അയാളെ ജീവിക്കാൻ പഠിപ്പിച്ചത് അയാളുടെ മക്കളുടെ മുഖമാണ്. നന്ദിതാനന്ദും മകൾ നന്ദന ആനന്ദും. അയാളുടെ കാര്യസ്ഥനായിരുന്നു രാഘവൻ, ജിതിന്റെ അച്ഛൻ. നന്നായി പഠിക്കുമായിരുന്ന ജിതിനെ തുടർന്ന് പഠിപ്പിച്ചത് ആനന്ദായിരുന്നു. ആ നന്ദിയും കടപ്പാടും സ്നേഹവുമെല്ലാം അവൻ ആ കുടുംബത്തോടുണ്ടായിരുന്നു. എന്നിട്ടും അവനൊരു തെറ്റ് ചെയ്തു. ജീവിക്കാൻ വകയില്ലാതിരുന്ന അവനെ പഠിപ്പിച്ച് ജോലി കൊടുത്ത ആനന്ദനെ അവൻ ചതിച്ചു. മനഃപൂർവ്വമല്ല, പ്രണയം. അത് മനുഷ്യനെ അന്ധനാക്കും, വിഡ്ഢിയാക്കും, ഭ്രാന്തനുമാക്കും. നന്ദന, അവളായിരുന്നു അവന്റെ പ്രണയം, അവന്റെ ഭ്രാന്ത്. അടുക്കുവാൻ പാടില്ല എന്നറിയാമായിരുന്നിട്ടും അവളുടെ നിറഞ്ഞ കണ്ണുകളുടെ സ്നേഹം കണ്ടില്ലെന്നടിക്കാൻ അവനായില്ല. ഒടുവിൽ തിരിച്ച് സ്നേഹിച്ചു. പക്ഷെ കുറച്ചുനാൾ, വിരലിൽ എണ്ണാവുന്ന വളരെ കുറച്ചുനാൾ.
ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ കാണുന്നത് അവളുടെ ചതഞ്ഞരഞ്ഞ മൃതദേഹം ഹൈവേയിലെ റോഡിനടുത്ത്. അവളുടെ അടയ്ക്കുവാൻ പോലും സാധിക്കാത്ത ഉടഞ്ഞ ശരീരത്തിലെ കണ്ണുകൾക്ക് അവന്റെ ശാന്തതയെ തകർക്കുവാൻ ശക്തിയുണ്ടായിരുന്നു. അവനിലെ ഭ്രാന്തനെ ഉണർത്തുവാൻ കെൽപ്പുണ്ടായിരുന്നു. ഡേയ്, ചരക്ക് വേഗം റെഡിയാക്ക്, എടുക്കാൻ മുതലാളി വരും. ചെട്ടിയാരുടെ ജോലിക്കാർ തകർത്ത് ജോലി ചെയ്യുകയാണ്. ഇതെല്ലാം കണ്ട് ചെട്ടിയാർ കസേരയിൽ കാലുയർത്തി വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് അവിടേക്കൊരാൾ ഓടി വന്നു. 17 വയസ്സ് തികച്ചില്ലാത്തൊരുവൻ. ചെറിയ ബനിയനും പാൻറ്റുമാണ് അവന്റെ വേഷം. അവന്റെ കണ്ണുകളിൽ ഭയം. അവൻ വല്ലാതെ വിയർത്തിരുന്നു. എന്നടാ? ചെട്ടിയാർ അവന്റെ ഭയം കണ്ട് ചോദിച്ചു. അണ്ണാ, അങ്ങേ ആരോ, അവൻ വിരൽ ചൂണ്ടി ഭയത്തോടെ പറഞ്ഞു. ചെട്ടിയാരും ബാക്കിയുള്ളവരും പുറത്തേക്ക് നോക്കി. വാതിലിനടുത്ത് വലിഞ്ഞു മുറുകിയ മുഖവുമായി അവൻ ശ്രീദേവ്. അവന് തൊട്ടുപിറകിലായി വരുണും നന്ദനും. ഡേയ്! ചെട്ടിയാർ ദേഷ്യത്തിൽ അവരെ നോക്കി കൈ ചൂണ്ടി അലറി. കിടന്ന് പിടയ്ക്കാതെടോ, താൻ എന്നെ എൻ്റെ ഫ്ലാറ്റിൽ കയറി തൊട്ടില്ലേ? അതിൻ്റെ കണക്ക് പറഞ്ഞിട്ട് ഞങ്ങളങ്ങ് പൊയ്ക്കോളാം. ശ്രീദേവിൻ്റെ ഒച്ചയുയർന്നു. കോയമ്പത്തൂരെത്തുമ്പോൾ വൈകുന്നേരമായിരുന്നു. ജിതിൻ്റെ ബൊലേറോ ചീറിപ്പാഞ്ഞു വന്നു. പക്ഷെ മുന്നിലത്തെ കാഴ്ച അവൻ്റെ കാലുകൾ ബ്രേക്കിൽ അമരുന്നതിൻ്റെ വേഗത കൂട്ടി. ചുറ്റിലും പോലീസ് വാഹനങ്ങൾ, മീഡിയ, ആൾക്കൂട്ടം, വിലങ്ങണിയിച്ച് പോലീസ് കൊണ്ടുപോകുന്ന ചെട്ടിയാരും കൂട്ടരും. ജിതിൻ തൻ്റെ ബൊലേറോ വേഗത്തിൽ തിരിച്ച് പാഞ്ഞുപോയി. രാത്രി നന്നായി വൈകിയാണ് ദേവൻ ഫ്ലാറ്റിലെത്തിയത്. പാവം ചെട്ടിയാരോടുള്ള തല്ലും കഴിഞ്ഞ് പോലീസിലും വിളിച്ചു പറഞ്ഞ് ആകെ ക്ഷീണിച്ചാണ് വരവ്. അതുകൊണ്ട് തന്നെ കാല് രണ്ടും നിലത്തുറയ്ക്കുന്നതേ ഇല്ലായിരുന്നു. നന്ദനും വരുണും ഏതാണ്ട് ഇതേ അവസ്ഥയിൽ തന്നെ ആയിരുന്നതുകൊണ്ടും ദേവുവിനെ ലേശം ഭയമുള്ളതുകൊണ്ടും മാത്രം ദേവനെ ഗേറ്റിൽ ഉപേക്ഷിച്ച് അവർ മുങ്ങി. വല്ലപ്പോഴും പതിവുള്ള ഈ വെള്ളമടി ദേവുവിന് തീരെ ഇഷ്ടമല്ല. എങ്കിലും മുത്തേ, പൊന്നെ, പിണങ്ങല്ലേ പാടിയവൻ ഒത്തുതീർപ്പാക്കാറുണ്ട്. ഇന്നും പതിവ് പോലെ വന്ന് ശ്രീ ബെല്ലടിച്ച് കാത്തു നിന്നു. ദേവു വാഷ്റൂമിലായിരുന്നു. പകരം വന്ന് വാതിൽ തുറന്നതോ താരുവും. താരു നിന്നെ ഞാൻ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ എന്ന പോലെ അവനെ നോക്കി. എന്നാൽ വാതിൽക്കൽ ദേവു അല്ലാതെ വേറൊരു സുന്ദരിയെ കണ്ട് ദേവൻ അന്തം വിട്ടു. സോറി, ഫ്ലാറ്റ് മാറിപ്പോയി. അവൻ നാവ് കുഴഞ്ഞു പറഞ്ഞിട്ട് ഒന്ന് കറങ്ങി നോക്കി. ആയാസപ്പെട്ട് കറങ്ങിയിട്ട് അവൻ പറഞ്ഞു, ദിസ് ഈസ് മൈ ഫ്ലാറ്റ്. ഹു ആർ യു? അവന്റെ ചോദ്യവും നിൽപ്പം കണ്ട് താരു പറഞ്ഞു, ഹു ആർ യു? ഇതെന്താ എക്കോ റോബോട്ടോ? ഷോ, ഈ കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞപ്പോ ഇവൾ ഇത്ര പെട്ടെന്ന് ഇത്രയും വലുതൊരെണ്ണം വാങ്ങിയോ? ദേവന്റെ കണ്ണിൽ പൂത്തിരി കത്തി. താരു ഇതേതാ ഈ വട്ടൻ എന്ന് നോക്കുകയാണ്. ദേ കുട്ടി, പറഞ്ഞേ. ആരു പറഞ്ഞു മ്യാവൂ? ദേവൻ പറയുന്നത് കേട്ട് താരു ദേഷ്യത്തോടെ ഡോർ അടയ്ക്കാൻ പോയി. ഈഷ്, അടയ്ക്കല്ലേ, നട അടയ്ക്കല്ലേ ദേവി. അവൻ വാതിലടയ്ക്കാൻ സമ്മതിക്കാതെ കയറി കൈ കൂപ്പി നിന്നു. ഇത് കണ്ട് താരു ദേഷ്യത്തോടെ അവനെ പിടിച്ചു തള്ളി. എന്നിട്ട് വാതിൽ വലിച്ചടച്ചു. ആരാ താരു? ദേവു മുറിയിൽ നിന്ന് വിളിച്ചു ചോദിച്ചു. ആരാണോ എന്തോ, ഡ്രങ്കനാണെന്ന് തോന്നുന്നു. താരു പറഞ്ഞിട്ട് ഭിത്തിയിലേക്ക് നോക്കി. അതാ ദേവുവും ദേവനുമൊത്തുള്ള ഫോട്ടോ. അയ്യോ, ഇയാളല്ലേ അത്? ഏത്? താരുവിന്റെ ആത്മ ഉറക്കെ ആയതുകൊണ്ട് അത് കേട്ടുകൊണ്ട് ദേവു ചോദിച്ചു. ദേവു, ഇത് നിന്റെ ബ്രദർ അല്ലേ? ഈ പുള്ളിയാ വന്നത്. അത് കേട്ട് ദേവു പോയി വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്ന സ്ത്രീയുടെ കോലം കണ്ട് അവൾ കൂർപ്പിച്ചു നോക്കി. എന്നിട്ട് അവന്റെ കൈ പിടിച്ചു വലിച്ച് റൂമിൽ കൊണ്ടുപോയി ഇട്ടു. തിരിഞ്ഞു പോലും നോക്കാതെ, ഒരു വാക്ക് പോലും മിണ്ടാതെ അവൾ വാതിലടച്ചിട്ട് വന്നു കിടന്നു. താരു, അതിന്റെ ബ്രദർ, ദേവു ചമ്മലോടെ പറഞ്ഞു. താരു അത് കേട്ട് കള്ളച്ചിരിയോടെ ചോദിച്ചു. അത് മനസ്സിലായി. പുള്ളിയോട് ചോദിച്ചാ 2 എണ്ണം കിട്ടുമോ? അത് കേട്ട് കപട ദേഷ്യത്തോടെ ദേവു മുഖം വെട്ടിച്ചു. അവൾ കളിയോടെ പൊട്ടിച്ചിരിച്ചു. തുടരും.